ഇന്നത്തേതും ഒരു റെസിപ്പി വീഡിയോ ആട്ടോ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ. ഞാൻ വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി. വാനില സ്പഞ്ചിന് നല്ലൊരു റെസ്പോൺസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന ആ ടൈം കുറച്ച് മിൽക്ക് ഓവനിനകത്തേക്ക് വെക്കുന്നുണ്ട് ചൂടായിരിക്കാനായിട്ട് കേട്ടോ. ഒരു 1/4 കപ്പ് മിൽക്ക് ഉണ്ടാവും. പിന്നെ 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് 2 kg ബാറ്ററാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ബൗളിലേക്ക് 8 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 2 അടപ്പ് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ 2 കപ്പ് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ബീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മിൽക്ക് ഒരുവിധം ചൂടായിട്ടുണ്ടാവും. അത് നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കാം. അതിനുശേഷം നമ്മൾ അതിനകത്ത് ടൈം ഒരു 8 മിനിറ്റോളം ഞാനിത് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാറ്ററിലേക്ക് 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അതായത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ആഡ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്കപ്പോൾ ബാറ്റർ ആക്കി ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കിട്ടുക. അതിൻ്റെ ബ്ലേഡ് മാറ്റി ഈ ബ്ലേഡ് ഇട്ടതിന് ശേഷം പയ്യെ നമ്മൾ മൈദ ആ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ മിൽക്കും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിൽക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ അതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാട്ടോ. തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ. അത്ര ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മോൾഡേറ്റ് ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്യണത്. 150 ഡിഗ്രി സെൽഷ്യസിലൊരു 40 മിനിറ്റൊക്കെ ബേക്ക് ചെയ്താൽ മതിയാവും. ചില സമയം 45 ഒക്കെ ആവാറുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ടാറ്റ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.